എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം റെസിപ്പിയിൽ പാവയ്ക്ക കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്ക കിച്ചടി നമ്മൾ സദ്യ വിളമ്പുന്നതിനും കുറച്ച് മുമ്പ് ഒക്കെ ഉണ്ടാക്കിയാൽ മതി. നേരത്തെ ഒന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഗ്രേവി നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ അതിൻ്റെ പാവയ്ക്കൊക്കെ ഇടുന്നത് നമ്മൾ സദ്യ വിളമ്പുന്നതിനും തൊട്ട് മുമ്പ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ പാവയ്ക്ക കുതിർന്ന് പോകും അതിൽ കിടന്നിട്ട്. അപ്പം ഇതൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കിച്ചടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ഇഞ്ചിക്കറി മാങ്ങാക്കറിയൊക്കെ പോലെ നേരത്തെ ഒന്നും തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ചെയ്താലും മതി. അന്നത്തെ ദിവസം തന്നെ നമ്മൾ സദ്യ വിളമ്പുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് ചെയ്താലും മതി. അപ്പോൾ ആദ്യം പാവയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ കനത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുക. എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ, എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം എനിക്കിപ്പോൾ ഇത്രയാണ് പറ്റുന്നത്. ഇതൊരു കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളൊരു പാവയ്ക്കല്ല, അതുകൊണ്ടാണ് കുറച്ചൊന്ന് സോഫ്റ്റായിട്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് ആണെങ്കിലും കുറച്ച് ഹാർഡായിട്ട് ഇരുന്നേനെ. അപ്പോൾ ഇത് കുറച്ച് 2 ദിവസം ലേറ്റായിട്ടാണ് ഞാനിതെടുത്ത് കുക്ക് ചെയ്യാനെടുത്തത്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് പുരട്ടി വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് ടിഷ്യൂവിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഈർപ്പമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് റെഡിയായി വരും. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്താലേ നമുക്കിതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം കുറച്ച് ടൈം എടുക്കുന്ന ഒരു ജോലിയാണ് ഈ പാവയ്ക്ക വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ തലേന്ന് രാത്രിയിൽ ഒക്കെ ഇത് ഉണ്ടാക്കി വയ്ക്കാം. ഈ പാവയ്ക്ക വറുക്കുന്നതൊക്കെ തലേന്ന് ചെയ്ത് വെച്ചാൽ മതി. ഗ്രേവി നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കിയിട്ട് ആ പാവയ്ക്ക വിളമ്പാൻ നേരത്ത് മാത്രം ഈ വറുത്ത പാവയ്ക്ക അതിലിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാനുള്ളത്. നേരത്തെ പാവയ്ക്ക അതിലിട്ട് വെച്ചാൽ പാവയ്ക്ക കുതിർന്ന് അത് നമ്മുടെ ഈ പച്ചടി അല്ല കിച്ചടി ഒരു കറുത്ത കളറിലായിപ്പോവും, വെള്ള കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് മാത്രം നമുക്ക് ഈ പാവയ്ക്ക അതിലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കളറിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒടിയുന്ന ഒരു പരുവത്തിൽ നമുക്കിത് ഒന്ന് മാറ്റാം. അത്രയും സമയം വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക വറുത്ത ഈ എണ്ണ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് കടുക് വറുക്കാനൊക്കെ ആയിട്ട് ഇത് എടുക്കാം. കുറച്ച് എണ്ണ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒടിയുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്പി ലെവലിൽ നമ്മളിത് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ തലേന്നാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് കുപ്പിയിലോട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഗ്രേവി എന്താണെന്ന് നോക്കാം. ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാവയ്ക്കൊക്കെ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കൂടെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 10-25 കടുകും പച്ചമുളകും പിന്നെ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ പച്ചമുളക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പാവയ്ക്ക വറക്കുമ്പോൾ കൂടെ ഇട്ട് ഒരു 2 എണ്ണം അതിൽ കൂടെ വറുത്തും എടുക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തും എടുക്കാം. ഈ ഗ്രേവിയിൽ 1 എണ്ണം ഇട്ട് അരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എരിവിൻ്റെ ആവശ്യം നമ്മളുടെ ഒരു ചോയ്സാണ്. അപ്പോൾ ഇതിലിനി കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര, ഒരു നല്ല പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള തൈര്, ഇത് കട്ട തൈരാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കേട് തന്നെ വേണം. ആവശ്യത്തിന് പുളിയും വേണം. നമ്മളിത് ഒരുപാട് പുളിച്ച തൈര് വേണ്ട. എന്നാലും നമ്മൾ തലേന്ന് രാത്രി ഉറയൊഴിച്ച് നല്ല അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേവി. ചൂടാക്കുന്നൊന്നുമില്ല. നമ്മളിത് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് തൈര് ചേർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ സദ്യ വിളമ്പുന്നതിനും ഒക്കെ കുറച്ച് നേരം മുമ്പാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. കാരണം രാവിലെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തേക്ക് ഉണ്ടാക്കി വെച്ച് ചിലപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. കാരണം തേങ്ങ പച്ചയ്ക്കാണല്ലോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്കിതിനകത്ത് കടുക് താളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ് പാവയ്ക്ക കിച്ചടി. നമുക്കിപ്പോൾ ഇലയിൽ നമ്മൾ ഓരോന്ന് വിളമ്പുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സൈഡ് ഡിഷുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ചും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന
ചെറിയ ചെറിയ റെസിപ്പികളാണിത്. അപ്പം നിങ്ങൾ ഓണസദ്യ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ പാവയ്ക്ക ഞാനിപ്പം ഇതിപ്പോൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കുറച്ചിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിളമ്പാൻ നേരത്ത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ഓണം റെസിപ്പിയിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു. ബൈ ബൈ.